പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് വിവേക്. ഇപ്പോൾ 30 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. ബീഹാറിലെ ഒരു പ്രൈവറ്റ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് മാനേജരായി ജോലി ചെയ്യുകയാണ് ഞാൻ. കമ്പനിയിൽ നിന്നും സിറ്റി വരെ പോകാൻ വളരെ ദൂരം ഉള്ളതുകൊണ്ടും ഡെയിലി ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം ഞാൻ ഫാക്ടറിക്ക് അടുത്ത് റോഡിൽ നിന്നും കുറച്ചുള്ളിലായി ഒരു വീടെടുത്തു. ഒരു മുറിയും ഒരു അടുക്കളയും ഹാളുമുള്ള ഒരു ചെറിയ വീട്. ആവശ്യത്തിന് ഫർണിച്ചർ എല്ലാം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലെ ജോലിക്കായി ഒരു വേലക്കാരി അന്വേഷിച്ച് നടക്കുമ്പോഴായിരുന്നു ഫാക്ടറിയിലെ ജോലിക്കാരൻ രാജു അവന്റെ സഹോദരിയെ പറ്റി പറഞ്ഞത്. അവളുടെ പേര് മീര എന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. ഞാനിപ്പോ താമസിക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ് അവളുടെ താമസം. മാസം ഒരു 3000 രൂപ കൊടുത്താൽ മതിയാകും എന്ന് രാജു പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. നാളെ മുതൽ പണിക്ക് വരാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആരോ ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ടാണ് എഴുന്നേറ്റത്. തുറന്നു നോക്കിയപ്പോൾ ഒരു സാരി ഉടുത്ത ഒരു സ്ത്രീ നിൽക്കുന്നു. ഒരു 30 വയസ്സ് പ്രായം വരും. അവൾ സാരി തലപ്പ് കൊണ്ട് തലമറച്ചിരുന്നു. കയ്യിൽ നിറയെ കുപ്പിവളകൾ. എന്നോട് പറഞ്ഞു അവൾ രാജുവിന്റെ സഹോദരിയാണ്, ഇന്നു മുതൽ ജോലിക്ക് വന്നതാണ്. ഞാൻ അവളെ അകത്തോട്ട് ക്ഷണിച്ചു. പണി എന്താണെന്നെല്ലാം രാജു പറഞ്ഞു കാണും അല്ലേ? ഞാൻ ചോദിച്ചു. എനിക്ക് 3 നേരം ഭക്ഷണം ഉണ്ടാക്കണം, വീട് മുഴുവൻ വൃത്തിയാക്കിയിടണം. ഇതെല്ലാം പറഞ്ഞ ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി. ഞാൻ കുളിച്ചു വന്നപ്പോഴേക്കും അവൾ വീട് മുഴുവൻ വൃത്തിയാക്കിയിരുന്നു. അതിനുശേഷം അവൾ പറഞ്ഞു, നാസ്ത ഉണ്ടാക്കാൻ ഇവിടെ സാധനങ്ങളൊന്നുമില്ല, എല്ലാം പുറത്തു നിന്ന് വാങ്ങണം സാർ. ഞാൻ അവളുടെ കയ്യിൽ 1000 രൂപ വെച്ചു കൊടുത്ത ശേഷം പറഞ്ഞു, ആവശ്യമുള്ളതെല്ലാം പുറത്തു നിന്ന് വാങ്ങാൻ. ഇന്നിനി നാസ്ത വേണ്ട, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ ശേഷം ഞാൻ ഫാക്ടറിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് തിരിച്ചു വന്ന എന്റെ നേരെ അവൾ ആദ്യം സാധനം വാങ്ങിയതിന്റെ ബാക്കി തുക നീട്ടി. ഞാൻ അവളോട് അത് എടുത്തോളാൻ പറഞ്ഞു. ശേഷം ഞാൻ ആഹാരം കഴിച്ചു. റൊട്ടിയും സബ്ജിയും ആയിരുന്നു ആഹാരം. ഞാൻ അവളോട് പറഞ്ഞു, ഫുഡ് നന്നായിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് ഞാനൊരു 5 മണിയാകുമ്പോൾ വരും. അതിനു മുൻപ് ഡിന്നർ ഉണ്ടാക്കി കാസറോളിൽ വെച്ചേക്കണം. ഞാൻ വന്ന ശേഷമേ പോകാവൂ. അവൾ തലയാട്ടി. ഒക്കെ സമ്മതം പറഞ്ഞു. ഞാൻ ആഹാരം കഴിച്ച പ്ലേറ്റുകൾ അകത്തേക്ക് എടുത്തുകൊണ്ട് പോയി. ഞാൻ നേരെ ഫാക്ടറിയിലേക്കും പോയി. വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ വീടിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ താക്കോൽ ഏൽപ്പിച്ച ശേഷം അവൾ പോയി. രാവിലെ മീര വന്ന് വാതിൽ തട്ടിയപ്പോഴാണ് എഴുന്നേറ്റത്. ഞാൻ അവളുടെ കയ്യിൽ ഒരു താക്കോൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് സ്പെയർ കീ ആണ്, നീ ഇത് വെച്ചോളൂ. നാളെ മുതൽ രാവിലെ വന്ന് വാതിലിൽ തട്ടണ്ട. അങ്ങനെ അന്നു മുതൽ 3 നേരം ഭക്ഷണം അവൾ ഉണ്ടാക്കി വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു തുടങ്ങി. എനിക്ക് ശനി ഞായർ ദിവസങ്ങൾ അവധിയായിരുന്നു. അന്ന് ഞാൻ എന്റെ ഡ്രസ്സുകൾ കഴുകാനായി എടുത്തു. അവൾ അത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അവൾ കഴുകാമെന്ന് പറഞ്ഞു. അവൾ ഡ്രസ്സെല്ലാം എടുത്തു ബാത്റൂമിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ എന്റെ 2 ജീൻസ് പാന്റുകൾ കിടക്കുന്നത് കണ്ടത്. ഞാൻ അതും എടുത്ത് ബാത്റൂമിലേക്ക് ചെന്നു. അവൾ അപ്പോൾ അവളുടെ സാരി അടിപ്പാവടയും കയറ്റി വെച്ച് അകത്തിരുന്ന് തുണി അലക്കുന്നു. അവളുടെ ആ വെളുത്തു തൊടുത്ത കാലുകൾ കണ്ടപ്പോൾ എനിക്കകെ തരിച്ചു കയറാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ എന്നെ ശ്രദ്ധിച്ചത്. അവൾ എന്നോട് ചോദിച്ചു, എന്താ സാർ? ഞാൻ പറഞ്ഞു, ഒരു 2 പാൻറ് കൂടെ ഉണ്ടായിരുന്നു കഴുകാൻ. സാർ അവിടെ വെച്ചേക്കൂ, ഞാൻ കഴുകിയേക്കാം. ഞാൻ പാൻറ് അവിടെ വെച്ചിട്ട് ഹാളിലേക്ക് പോയി. അവളുടെ ആ കാലുകളുടെ ചിത്രം എന്റെ മനസ്സിൽ തട്ടി നിന്നു. തുണി കഴുകിയ ശേഷം വിരിക്കാനായി ടെറസിലേക്ക് ബക്കറ്റുമായി അവൾ പോകാൻ തുടങ്ങി. ഭാരം കൂടുതലായതുകൊണ്ട് ഞാൻ മുകളിൽ കൊണ്ടുവച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ ബക്കറ്റ് മുകളിൽ കൊണ്ടുവച്ച് അവൾ തുണി ഓരോന്നായി അയയിലേക്ക് ഇടാൻ തുടങ്ങി. കുറച്ചു ഉയരത്തിൽ കയർ കെട്ടിയിരുന്നത് കൊണ്ട് അവൾ തുണി വിരിക്കാനായി എത്തിപ്പിടിക്കുന്നത് കണ്ടു. പൊതുവെ അവിടുത്തെ സ്ത്രീകൾ സാരി വൈശാലിക്ക് താഴെ വെച്ചാണ് ഉടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ ആ വൈശാലിയെല്ലാം എനിക്ക് നല്ലപോലെ കാണാൻ കഴിഞ്ഞു. തുണിയെല്ലാം വിരിച്ച ശേഷം ഞങ്ങൾ താഴെ വന്നു. അവൾ എനിക്ക് ആഹാരം വിളമ്പി. അത് കഴിച്ച ശേഷം ഞാനൊന്ന് ഉച്ചയുറക്കത്തിനായി കിടന്നു. പിന്നെ എഴുന്നേറ്റത് 4 മണി ആയപ്പോഴാണ്. എണീറ്റ് കുറച്ച് വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ മീര അവിടെ നിന്ന് സാരി ശരിയായി ഉടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട സമയം പെട്ടെന്ന് അവൾ സാരി മുകളിലോട്ട് പിടിച്ചിട്ടു. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ സാരി നേരെയാക്കി അവളും പുറത്തു വന്നു. എന്തു വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുടിക്കാൻ കുറച്ച് വെള്ളം വേണം.
പെട്ടെന്ന് തന്നെ അവൾ വെള്ളം എടുത്തുകൊണ്ട് വന്നു. രാത്രി കഴിക്കേണ്ട ആഹാരം ഇപ്പോഴേ ഉണ്ടാക്കി കാസറോളിൽ വെച്ചിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ല, എങ്കിൽ പൊയ്ക്കോട്ടെ. ഞാൻ സമ്മതം മൂളി. അവൾ പോയ ശേഷം ഇന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി ഓർത്തപ്പോൾ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ ശരീരത്തെ രഹസ്യമായി വീക്ഷിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. മനസ്സിൽ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണം. എങ്കിലും അത് അവളോട് പറയാനോ പ്രകടിപ്പിക്കാനോ എനിക്ക് ഭയമായിരുന്നു. വൈകാതെ അവൾ എനിക്ക് എന്റെ കുടുംബത്തിലെ ഒരാളെപ്പോലെയായി തോന്നി തുടങ്ങി. അതായത് ഒരു ഭാര്യയെപ്പോലെ. 1 മാസം കഴിഞ്ഞു കാണും. ഒരു ശനിയാഴ്ച ദിവസം അവൾ ജോലിക്ക് വീട്ടിൽ വന്നു. അന്ന് അവളുടെ മുഖത്ത് അടികൊണ്ട പാടും ചുണ്ടുകൾ മുറിഞ്ഞ പാടും ഉണ്ടായിരുന്നു. ഞാൻ അവളോട് കാര്യം അന്വേഷിച്ചു. ആദ്യം അവൾ പറയാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു. അവളുടെ ഭർത്താവിന്റെ സമ്മാനങ്ങളായിരുന്നു ആ മുറിവുകൾ. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ നല്ല സ്വഭാവമായിരുന്നു സാർ. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഗർഭിണിയാകാതായപ്പോൾ അയാൾക്ക് എന്നോട് വെറുപ്പായി. ഇപ്പോൾ അയാൾ ഒരു മുഴുക്കുടിയനാണ്. രാത്രി എന്നും കള്ളും കുടിച്ചു വന്ന് അവളെ തല്ലാറുണ്ട്. പക്ഷെ ഇന്നലെ തല്ലിയത് കുറച്ചധികമായിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിലുള്ള ആൾക്കാർ ആരും പിടിച്ചു മാറ്റിയില്ലേ? വീട്ടിലാകെ അമ്മായിയമ്മയാണുള്ളത്. ആദ്യമൊക്കെ അമ്മായിയമ്മയ്ക്കും എന്നോട് ഇഷ്ടമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ട് അവർക്കും എന്നോട് വെറുപ്പാണ്. അവളുടെ അവസ്ഥ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ അവളുടെ മുറിവുകളിൽ മരുന്ന് വെച്ച് തരാം എന്ന് പറഞ്ഞു. അവൾ സമ്മതിച്ചില്ല. മുറിവിൽ മരുന്ന് വെക്കാതെ അവൾ ജോലി ചെയ്യണ്ട എന്ന് ഞാൻ തർപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ അവൾ സമ്മതിച്ചു. ഞാൻ നെറ്റിയിലെ മുറിവിൽ ആദ്യം ഓയിൽമെന്റ് പുരട്ടിയ ശേഷം ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. അന്നാണ് ഞാൻ ആദ്യമായി അവളുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടത് തന്നെ. വല്ലാത്ത ഒരു തണുപ്പായിരുന്നു അവളുടെ ശരീരത്തിൽ തൊട്ടപ്പോൾ ഞാൻ അനുഭവിച്ചത്. അതിനുശേഷം ഞാൻ അവളുടെ ചുണ്ടിലെ മുറിവിലും ഓയിൽമെന്റ് തേച്ചു കൊടുത്തു. അവളുടെ തുപ്പൽ കൊണ്ട് ചുണ്ടുകൾ നനഞ്ഞിരുന്നു. അപ്പോൾ അവളുടെ നെറ്റിയിലെങ്കിലും ഒരു ചുംബനം നൽകാൻ ഞാൻ ആശിച്ചു. പക്ഷേ എന്തോ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയില്ല. ഞാൻ അവളോട് ചോദിച്ചു, കുട്ടികൾ ഉണ്ടാകാത്തതിന് നിങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടില്ലേ? എല്ലാവരും പറയുന്നു എന്റെ കുഴപ്പം കൊണ്ടാണ് അമ്മയാകാത്തതെന്നാണ്. ഇവിടെ ഈ കുഗ്രാമത്തിൽ ആകെയുള്ളത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമാണ്. അവിടെയാണെങ്കിൽ അതിനുള്ള ചികിത്സയൊന്നുമില്ല. പിന്നെ എല്ലാവരും പോകുന്നത് അടുത്തുള്ള നാട്ടുവൈദ്യന്റെ അടുത്താണ്. അയാൾ കുറെ പച്ചില മരുന്നുകൾ കഴിക്കാൻ എന്നോട് പറഞ്ഞു. ആ മരുന്നുകൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റവുമില്ല. സംസാരിച്ച ശേഷം ഞാൻ ഫാക്ടറിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, വേദനയൊക്കെ കുറവുണ്ടോ മീര? കുറവുണ്ട് സാർ. മരുന്ന് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ആഹാരം കഴിച്ച ശേഷം തിരിച്ചു പോകാൻ നേരം ഒരു 1000 രൂപ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യം വരും വെച്ചേക്കാം പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പിറ്റേന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഞാൻ രാവിലെ മുതൽ വീട്ടിലുണ്ടായിരുന്നു. അവധി ദിവസം ആയതുകൊണ്ട് മീര ലേറ്റായാണ് പണിക്ക് വന്നത്. അന്ന് അവൾ ഒരു പച്ച സാരിയും പച്ച ബ്ലൗസുമാണ് ധരിച്ചിരുന്നത്. നെറ്റിയിലെ ബാൻഡേജ് ഇതുവരെ മാറ്റിയിട്ടില്ല. ബാൻഡേജ് മാറ്റാനായി ഞാൻ അവളെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ അവളെ ഒരു കസേരയിൽ ഇരുത്തി ഞാൻ മറ്റൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് അവളുടെ നെറ്റിയിലെ ബാൻഡേജ് എടുത്തു മാറ്റി. മുടിയിൽ ഒട്ടിപ്പിടിച്ചതുകൊണ്ട് ഇളക്കിയപ്പോൾ ചെറുതായി ഒന്ന് വേദനിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് അവളുടെ മുറിവ് തുടച്ചു. ഓരോ തവണ അവളെ സ്പർശിക്കുമ്പോഴും അവളോടുള്ള സ്നേഹവും വികാരവും എല്ലാം കൂടി എൻ്റെ മനസ്സിൽ ഒത്തുകൂടി വന്നു. ഞാൻ അവളുടെ മുറിവിൽ പുതിയ ഒരു ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ ഭർത്താവ് പോലും സാർ തരുന്നതിന്റെ പകുതി സ്നേഹം പോലും എനിക്ക് തരുന്നില്ല എന്ന്. ഇതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. പെട്ടെന്നുള്ള എൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയി. അവൾക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ എൻ്റെ വലത് കൈ എടുത്ത് ചുംബിച്ചു. ശേഷം എൻ്റെ മുഖത്ത് തലോടി. അപ്പോൾ ഞാൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ഉടൻ അവളും എഴുന്നേറ്റു. ഞാൻ എൻ്റെ 2 കൈകളും കൊണ്ട് അവളുടെ മുഖം എൻ്റെ മുഖത്തോടടുപ്പിച്ചു. പിന്നെ അവിടെ നടന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ.